നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യ സുഭാഷ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അപസ്മാരം അഥവാ എപ്പിലെപ്സി എന്ന രോഗത്തിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ച് ദിവസങ്ങൾ ആകുന്ന കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരിൽ വരെ ഈ അസുഖം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞുങ്ങൾ മുതൽ 10-15 വയസ്സ് വരെ ഈ അസുഖം സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളിൽ കാണുന്നത് കൂടുതലും ജനിതകമായ കോസസ് ആണ്. അതായത് ജനിതകമായ മാറ്റം കാരണം വരുന്നത്, അത് കാരണമാണ് എപ്പിലെപ്സി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ അടിക്കടി ജന്നി ഉണ്ടാകുന്നത് കാരണം കുഞ്ഞിന്റെ വളർച്ചയെ അത് ബാധിക്കുക, ബുദ്ധി വൈകല്യം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് എത്രയും നേരത്തെ കണ്ടുപിടിച്ച് അതിൻ്റെതായ ചികിത്സകൾ തുടങ്ങണമെന്ന് പറയുന്നത്. കാരണം അത് കുഞ്ഞിന്റെ വളർച്ചയ്ക്കും കുഞ്ഞിന്റെ ഫ്യൂച്ചറിനും അത് ബാധിക്കാവുന്നതാണ്. മുതിർന്നവരിലാകട്ടെ ഇതിന് ജനിതകം വളരെ റയർ ആയിട്ടാണ് വരുന്നത്. അതല്ലാതെ നിരവധി കോസസ് ഉണ്ട്. സ്ട്രോക്ക് കാരണം വരാം, ട്യൂമർ തുടങ്ങുന്നത് കാരണം വരാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉപ്പിന്റെ അളവ്, സോഡിയം കുറയുകയോ കൂടുകയോ, അങ്ങനെയൊക്കെയുള്ള കോസസ്, ഗ്ലൂക്കോസിന്റെ അളവ് കുറയുക, ഇതൊക്കെ കാരണവും ഫിക്സ് വരാം. നമ്മളുടെ കുടി കാരണം, ആൽക്കഹോൾ കൂടുന്നത് കാരണം, അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ആ കാരണത്തിന് നമ്മൾ ചികിത്സിക്കുന്ന അനുസരിച്ചാണ് കുറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ജന്നിയുടേതായ ടാബ്ലറ്റുകൾ എടുക്കേണ്ടിയും വരും. ഇനി നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നോ, എപ്പോഴും നമ്മൾ യൂഷ്വലി കാണുന്നത് പോലെ കൈകാലുകൾ വരിഞ്ഞു മുറുകുക, അല്ലെങ്കിൽ നിയന്ത്രണമില്ലാതെ ചലിപ്പിക്കുക, കണ്ണ് മേലോട്ടാകുക, വായും നൊരയും പതയും വരിക, ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ എപ്പിലെപ്സി എന്ന് അല്ലെങ്കിൽ ജന്നിയെ കുറിച്ചുള്ള ഒരു ധാരണ. പക്ഷെ അത് മാത്രമല്ല, അങ്ങനെ മാത്രമല്ല ഫിക്സ് വരുന്നത്. പെട്ടെന്ന് നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീഴുക, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞ് അടിക്കടി വീഴുന്നു, നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഒരു റെസ്പോൺസും ഇല്ലാതെ കണ്ണ് മാത്രം ചലിപ്പിച്ച് നിൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ സ്കൂളിൽ ടീച്ചർമാരായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ശ്രദ്ധയില്ലാതെ ക്ലാസ്സിലിരിക്കുക എന്നായിരിക്കും അവര് പറയുന്നത്. പക്ഷെ അതെല്ലാം ജന്നിയുടേതായ ലക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ആളുകളെ നമ്മൾ അതിനു വേണ്ടി EEG എന്ന ടെസ്റ്റ്, അത് നമ്മൾ ബ്രെയിൻ വേവ്സിനെയാണ് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള വ്യതിയാനങ്ങൾ അനുസരിച്ച് ഇവർക്ക് ഫിക്സ് വരാനുള്ള ചാൻസസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ തലയുടെ സ്കാന്, തലയുടെ ഏതെങ്കിലും ഭാഗത്ത് ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സ്കാൻ വഴി അറിയാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഫിക്സ് ഉള്ളവരിലെ ചേഞ്ചസ് കണ്ടുപിടിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പൊതുവേ ഉള്ളൊരു മിത്താണ്, നമ്മൾ ഇതിൻ്റെതായ രോഗത്തിൻ്റെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരുന്നുകൾ എടുത്താൽ അത് ഒരു കാരണവശാലും നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഗുളിക കഴിച്ച് എപ്പോഴും ഒരു മന്ദാവസ്ഥ അല്ലെങ്കിൽ മയക്കം, അങ്ങനെയുള്ളതാണ് എല്ലാവർക്കും ഗുളിക തുടങ്ങാനുള്ള ഒരു വൈമുഖ്യം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഇപ്പോൾ സ്കാൻ എല്ലാം നോർമലായ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായ കുറച്ച് വർഷത്തെ ചികിത്സ കൊണ്ട് ഒട്ടുമേ ഫിക്സ് പോലെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നിർത്താനുള്ള ചാൻസസും ഉണ്ട്. അതേപോലെ തന്നെയാണ് വലുതായവരിൽ വരുന്നത്. ഞാൻ ഈ കാരണങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ കാരണം വരുന്ന ഫിക്സ് ആണെങ്കിൽ അതിന് കുറച്ച് മാസങ്ങളുടെ ട്രീറ്റ്മെൻറ്റേ ആവശ്യം വരികയുള്ളൂ. അപ്പോൾ പിന്നുള്ളത് മരുന്നുകൾക്ക് എല്ലാത്തിനും അതിൻ്റെതായ സൈഡ് ഇഫക്ട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ന്യൂറോളജിസ്റ്റിനെ തന്നെ സമീപിച്ച് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചുള്ള ഒരു ഡോസിൽ, തുടങ്ങേണ്ടുന്ന ഡോസിൽ മാത്രം കഴിച്ചാൽ ഈ പറയുന്ന സൈഡ് ഇഫക്ട്സ് കുറച്ച് തന്നെ വെച്ച് നമുക്ക് ചികിത്സ തുടരാവുന്നതുമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ വേൾഡ് ബ്രെയിൻ ഡേ അനുസരിച്ച് എപ്പിലെപ്സിയുടെ പ്രാധാന്യത്തിനെ കുറിച്ച് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും പരിചയമുള്ളവർക്കോ ഉണ്ടെങ്കിൽ അതൊരു ന്യൂറോളജിസ്റ്റിനെ സമീപിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ചികിത്സയും അതിൻ്റെ കാര്യങ്ങൾ തുടരാവുന്നതാണ്. Mount Zion Medical College Hospital, Adur, Pathanamthitta.